നമസ്കാരം. എമ്പുരാൻ വിവാദം പാർലമെന്റ് വരെ ചർച്ചയായ സാഹചര്യത്തിൽ എല്ലാം പൊളിച്ചെടുക്കുന്ന നിലപാടുമായി മാസ് എൻട്രിയുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അതെ, അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ അത് ഇങ്ങനെയാണ്: എമ്പുരാൻ വിവാദം ബിസിനസ് തന്ത്രമാണെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത്. ആളുകളെ പിരികയറ്റി പണമുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു. വെറും ഡ്രാമയാണ് അവിടെ നടക്കുന്നത്, കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമ. മുറിക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല, മുറിക്കാമെന്ന് അവർ തന്നെയാണ് പറഞ്ഞത്. അത് കഷ്ടമാണെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെടുത്തി ചിത്രത്തിനെതിരെ BJP സൈബർ ആക്രമണം നടത്തുമ്പോഴാണ് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ വേറിട്ട പ്രതികരണം പുറത്തുവന്നത്. വിവാദങ്ങളിൽ ആദ്യമായാണ് സുരേഷ് ഗോപി പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളും സംഘപരിവാർ സംഘടനകളും വ്യക്തികളും എല്ലാം വിവാദം കടുപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ദേശീയ മാധ്യമങ്ങളിലടക്കം വിഷയം വലിയ ചർച്ചയായിരുന്നു. പാർലമെന്റിന്റെ ഇരുസഭകളിലും വിഷയം അവതരിപ്പിക്കുകയും ചർച്ചയാക്കാൻ തീരുമാനിച്ചിരിക്കുകയുമാണ് പ്രതിപക്ഷത്തു നിന്നുള്ള പ്രധാന എംപിമാർ അടിയന്തര പ്രമേയ നോട്ടീസുകൾ നൽകി. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസും സന്തോഷ് കുമാറും, ലോക്സഭയിൽ ഹൈബീഡൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരാണ് ചർച്ചയ്ക്ക് നോട്ടീസ് നൽകിയത്. എമ്പുരാനിൽ എഡിറ്റ് വരുത്തണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ഫാസിസ്റ്റ് കൽപ്പനയാണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്നും ഈ സിനിമയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നോട്ടീസിൽ പറയുന്നത്. സംഭവം പാർലമെന്റിൽ കൂടി ചർച്ചയാകുമ്പോൾ വിവാദത്തിന്റെ ആഴം കൂടുകയാണ് ചെയ്യുന്നത്. എന്തായാലും വിവാദങ്ങളെ തുടർന്ന് എഡിറ്റ് ചെയ്ത എമ്പുരാനിൽ വെട്ടിമാറ്റിയത് 24 ഭാഗങ്ങളാണ്. നേരത്തെ 17 ഭാഗങ്ങളാണ് എഡിറ്റിംഗ് വരുത്തുക എന്നാണ് പറഞ്ഞിരുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകൾ മുഴുവൻ ഒഴിവാക്കി. നന്ദി കാർഡിൽ നിന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരങ്ങു വെട്ടി. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന സീൻ വെട്ടിനീക്കിയിട്ടുണ്ട്. പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബജ്റംഗി എന്നത് മാറ്റി ബൽദേവ് എന്നാക്കി. NIA കുറിച്ചുള്ള പരാമർശം മ്യൂട്ട് ചെയ്തു. പ്രധാന വില്ലൻ കഥാപാത്രവും വില്ലൻ കഥാപാത്രമായുള്ള സംഭാഷണത്തിലും വെട്ടുവീണിട്ടുണ്ട്. വിമർശനങ്ങൾ ശക്തമായതോടെയാണ് ചിത്രത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നിർമ്മാതാക്കളടക്കം തീരുമാനിച്ചത്. മോഹൻലാലും ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന സിനിമയ്ക്കെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങൾ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. സംഘമുഖപത്രമായ ഓർഗനൈസർ തന്നെ സിനിമയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്ന ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ചിത്രത്തിൽ മാറ്റം വരുത്തിയത്. എമ്പുരാനിൽ കാണിക്കുന്ന ഏതെങ്കിലും സീനുകളോ ഡയലോഗുകളോ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്താൻ സംവിധായകനായ പൃഥ്വിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലൻ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും വിവാദങ്ങൾ കത്തി നിൽക്കുന്ന എമ്പുരാന്റെ ഭാവി എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.